അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇവരുടെ വീടുകളിലേക്ക് എത്തും. 2 മണിക്കൂർ നേരമായിരിക്കും വീടുകളിൽ പൊതുദർശനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് അധിക സമയം നീണ്ടു നിൽക്കില്ല എന്ന് വീട്ടുകാരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ബന്ധുക്കളും പറഞ്ഞിരുന്നു. ഈ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിലേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക. അവിടെ രാവിലെ 10 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹമൊക്കെ എത്തിക്കും. ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല എന്നാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസവും അറിയിച്ചത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുമാത്രമല്ല 4 മൃതദേഹം മറവ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണം. ഈ 2 കാരണങ്ങൾ കൂടി പറഞ്ഞാണ് സ്കൂളിലും പൊതുദർശനം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കുട്ടികളുടെ ബന്ധുക്കൾ കൂടി എത്തിയത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം, നാടിനെ നടുക്കുന്ന സംഭവം, ഒരുപക്ഷെ കേരള മനസാക്ഷി ഏറെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. 3 വിദ്യാർത്ഥിനികൾ തത്സമയവും ഒരു ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥി ആശുപത്രിയിലുമാണ് മരണത്തിന് കീഴടങ്ങിയത്. ആയിഷയുടെ വീട്ടിൽ നിന്നാണ് ശിവദാസ് കന്മനം വിവരങ്ങൾ നൽകിയത്. ആനന്ദിലേക്ക് വീണ്ടും എത്തുകയാണ്. ആനന്ദ് ഇപ്പോൾ എവിടെയാണ്? മോർച്ചറിയിലൊക്കെ സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് രാവിലെ 5:30 ഇവരുടെ ബന്ധുക്കൾക്ക് കൈമാറിയത്. ഇത് അധികം ദൂരമില്ല ഇവരുടെ വീടുകളിലേക്ക്. ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആംബുലൻസുകൾ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ 4 മിടുക്കി പെൺകുട്ടികൾ, 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ, ഇവർ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം. കഷ്ടിച്ച 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീടിന് സ്കൂളിനും ഇടയിലെ ദൂരം. അവിടെയാണ് ഇവരുടെ ജീവൻ വരെ കവർന്ന അപകടം പതിയിരുന്നത്. ആനന്ദ്, തീർച്ചയായിട്ടും അനു, അതായത് ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ആ നാട് മോചിതമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ സ്കൂളിലേക്ക് രാവിലെ പോയ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ്. എങ്ങനെയാണ് ആ വീട്ടുകാർ അത് താങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായും ഒരു നാട്ടിലെ പിഞ്ചോമനകൾ വളർന്ന് പഠിച്ച് വലുതാവേണ്ട വലിയ രീതിയിലേക്ക്, വലിയ നിലയിലേക്ക് എത്തേണ്ട 4 പെൺകുഞ്ഞുങ്ങളാണ് നിരത്തിൽ ഒലിഞ്ഞു പോയത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നാളിതുവരെ ഏതാണ്ട് 55 അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 7 മരണവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 65 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കോങ്ങാട് MLA കെ ശാന്തകുമാരി ഈ നിയമസഭയിൽ 2022 പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വസ്തുതകൾ. 2021 വിഷു ദിനത്തിൽ ഇവിടെ 2 പേർ മരിച്ചിരുന്നു. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ ഇന്നലെ തന്നെ പറയുന്നുണ്ട്. ഈ ഇറക്കവും വളവുമാണ് ഈ റോഡിന്റെ ഈ ഭാഗത്തുള്ളത്. പക്ഷെ ഈ അപകടം സ്ഥിരമായപ്പോൾ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് പക്ഷെ കുറവൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള രീതികളിൽ പക്ഷെ നഷ്ടപ്പെടുന്നത് ഒരു നാടിനാണ്, ഒരു കുടുംബത്തിനാണ്. 4 പിഞ്ചോമനകളാണ് അതിന്റെ ഇരയായി മാറിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ 4 കുട്ടികളുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചേരും. 5:00 തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഇർഫാന, മിത, റിത, ആയിഷ എന്നിവരാണ് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് വഴി ലോറി പാഞ്ഞു കയറി മരിച്ചത്. ലോറിക്കടിയിൽ 5 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ 1 കുട്ടി രക്ഷപ്പെട്ടു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തായാലും തീരാത്തൊരു നോവ് തന്നെയാണ്. വീട്ടിൽ ഏതാണ്ട് 6:00 തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് തുപ്പനാട് കരിമ്പനായ്ക്കൽ ഹാളിൽ
10 മണിയോട് കൂടി പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഈ 4 കുട്ടികളും ചെറുപ്പം മുതലേ ഒരുമിച്ചവരായിരുന്നു. മദ്രസ കാലം മുതൽ തന്നെയുള്ള സൗഹൃദമാണ്. എന്തിനും ഏതിനും ഒരുമിച്ച്, സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ഒരുമിച്ചുണ്ടാവുന്നവരാണിപ്പോൾ ഒരുമിച്ച് വീട്ടിലേക്ക് വേദനയേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ നാട്, ആ വീട്, അവരുടെ മാതാപിതാക്കൾ എങ്ങനെ ഇത് താങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് സംശയം. രാവിലെ സ്കൂളിലേക്ക് പോയ മക്കൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വേദനയേറ്റാണ്. അത് തന്നെയാണ് ഒരുപക്ഷെ മാതാപിതാക്കളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വേദന. ഒരിക്കലും തീരാത്ത വേദന. തീർച്ചയായും ആനന്ദ് പറഞ്ഞ പോലെ തന്നെ തീരാ വേദന തന്നെയാണ് ഈ ഒരു വേർപാടിൽ ആ നാടും നാട്ടുകാരും അതോടൊപ്പം തന്നെ കേരള ജനതയെ ഒന്നാകെ ഇപ്പോൾ അനുഭവിക്കുന്നത്. കളർകോട് അപകടം, ആ ദുരന്തം വരുത്തിയ ഞെട്ടലിൽ നിന്ന് പൂർണ്ണമായി മാറുന്നതിന് മുൻപാണ് പാലക്കാട് കൂടി ഈ സമാനമായ രീതിയിൽ, അതും വിദ്യാർത്ഥിനികൾ, ഇതും ഇവിടെ സ്കൂൾ വിദ്യാർത്ഥിനികൾ എന്ന വ്യത്യാസം മാത്രം, 4 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നതും അത് കൂടുതൽ വിവരങ്ങളും അറിയേണ്ടി വന്നതും. റോഡിൽ പൊലിയുന്ന ജീവനുകൾ എത്ര വേഗമാണ് ഒരു കുടുംബത്തെയും നാടിനെയും ഒക്കെ മാറ്റിമറിക്കുന്നത് എന്നതുകൂടിയാണ്. ഇന്നലെ ഈ അപകടത്തിൽ സിമൻ്റ് ലോഡുമായി വന്ന ലോറിയാണ് മറിഞ്ഞു വീണ് ഈ 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ കവർന്നത്. കാസർഗോഡ് സ്വദേശിയായ ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ്, ക്ലീനർ വർഗീസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ വർഗീസിൻ്റെ കാലിന് പൊട്ടലുണ്ട് എന്നായിരുന്നു ആശുപത്രിയിൽ നിന്ന് അറിയിച്ച വിവരം. പക്ഷേ മഹേന്ദ്ര പ്രസാദ്, അതായത് ഡ്രൈവറിന് കാര്യമായ പരിക്കൊന്നുമില്ല. മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് ഇരുവരും ചികിത്സയിലുള്ളത്. ഇവരെ പോലീസ് ആദ്യ പടി എന്ന നിലയിൽ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ തന്നെ. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ല. റോഡിൽ ഈ ചാറ്റൽ മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തെന്നലുണ്ടായിരുന്നു എന്നായിരുന്നു ഇവരുടെ മൊഴി, ഡ്രൈവറുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഈ ചാറ്റൽ മഴയും റോഡിലെ ഈ തെന്നലും ഇനി അപകട പ്രദേശമാണ് എന്ന പ്രദേശവാസികളുടെ സാക്ഷ്യപ്പെടുത്തലുമൊക്കെ ഇത് ഒരു അപകടത്തിന് കാരണമായതായി പോലീസിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ കൂടി ഇന്നലെ വന്നിരുന്നു.